ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാഗേന്ദ്രൻ സണിമോൺസ് എന്ന വെബ് സീരീസിന്റെ 3ാമത്തെ 4ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെയും 2ാമത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും 3000 രൂപയായിട്ട് മുങ്ങിയ നാഗേന്ദ്രനും സോമനും ചേർന്നിട്ട് നേരെ പോകുന്നത് കാസർഗോഡുള്ള ബേക്കൽ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ബസ് ഇറങ്ങിയ ശേഷം സോമനാകട്ടെ ആരെയോ ഫോണിൽ വിളിച്ചിട്ട് ഒരു അഡ്രസ് എഴുതി എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ നേരെ പോകുന്നത് ഒരു ലോഡ്ജിലേക്കായിരുന്നു. ലോഡ്ജിൽ മുറിയെല്ലാം എടുത്ത ശേഷം നാഗേന്ദ്രനാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ഒക്കെ എണ്ണി നോക്കുന്നുണ്ട്. കിട്ടിയ 3000 നിന്നും കുറെ കാശ് ബസ് കൂലിക്കും ഇപ്പോൾ ലോഡ്ജിൽ മുറിയെടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ചെലവായിട്ടുണ്ട്. പുറത്തേക്ക് പോയി സോമനാകട്ടെ ബഷീർ എന്നൊരാളുമായിട്ടാണ് മുറിയിലേക്ക് കടന്നു വരുന്നത്. സോമന് അടുത്തൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ആ നാട്ടില് പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹ വിവാഹം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുന്നവർക്ക് 3 പവൻ സ്വർണവും 2000 രൂപയാണ് കിട്ടുന്നത്. വിവാഹത്തിന് വേണ്ടിയിട്ട് വധൂവരന്മാരെല്ലാം തന്നെ തികഞ്ഞിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയാണ് വിവാഹം കഴിച്ച് അയക്കുന്നത്. സോമൻ പറഞ്ഞ പ്രകാരം ബഷീർ ആകട്ടെ അതിലൊരു വരന്റെ സ്ഥാനത്തേക്ക് പേര് മാറ്റി നമ്മുടെ നാഗേന്ദ്രനെ ചേർക്കുന്നുണ്ട്. ഈ ഏർപ്പാട് ചെയ്യുന്നതിന് അയാൾക്ക് നല്ലൊരു തുക കമ്മീഷനും കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ബഷീർ നോക്കിക്കൊള്ളുമെന്ന് സോമൻ നാഗേന്ദ്രന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനാകട്ടെ ആ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകുന്നു. അലി എന്നാണ് അവൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പേര്. നമ്പർ വിളിക്കുന്ന അനുസരിച്ചാണ് വിവാഹം നടക്കുന്നത്. അവന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് ബഷീർ പറയുന്നുണ്ട്. മുണ്ട് ഇടത്തോട്ട് തന്നെ ഉടുക്കണമെന്നും പറയുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ഓരോരുത്തരെയായി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. 5ാമത്തെ നമ്പർ വിളിച്ചപ്പം നാഗേന്ദ്രനും സ്റ്റേജിലേക്ക് ചെല്ലുന്നു. അവന് വേണ്ടി വിളിച്ച പെണ്ണിന്റെ പേര് ലൈല എന്നായിരുന്നു. ലൈല സ്റ്റേജിലേക്ക് കയറി വരുന്ന കണ്ടതും നാഗേന്ദ്രൻ ഞെട്ടുന്നു. കാരണം നാഗേന്ദ്രനും സോമനും ഈ നാട്ടിലേക്ക് ബസ് ഇറങ്ങി വന്ന സമയത്ത് ലൈലയെ അവർ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പയ്യന്മാർ വന്നിട്ട് പഴയ എന്തോ പകയുടെ പേരിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും വണ്ടിയിൽ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെയെല്ലാം അടിച്ചിട്ട ശേഷം അരയിലുണ്ടായിരുന്ന കത്തിയൂരി അവൾ അവരെ പേടിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞുവിടുന്നു. അത്രേ ആൾക്കാരെ അടിച്ചിട്ട ആ സ്ത്രീയാണോ താനിപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ ശരിക്കും നാഗേന്ദ്രൻ പേടിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണവും തട്ടിയെടുത്ത് എങ്ങനെ മുങ്ങുമെന്നായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോഴത്തെ ചിന്ത. എന്നാൽ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൾ വേദിയിലേക്ക് വന്നപ്പോൾ കൊടുത്ത സ്വർണം നാഗേന്ദ്രന്റെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം അവളുടെ കയ്യിലാണ് അവൾ വാങ്ങിക്കുന്നത്. നാഗേന്ദ്രനും സോമനും ആകപ്പെട്ടു. ആ സ്വർണം ഇനി അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ മേടിച്ചെടുക്കുമെന്നായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ വിവാഹശേഷം ലൈലയും കൊണ്ട് അവർ നേരെ പോകുന്നത് ആ ലോഡ്ജ് റൂമിലേക്കാണ്. അവിടെ എത്തി ലൈലയാകട്ടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ നാണയവും ക്യാഷും എല്ലാം തന്നെ നോക്കുന്നു. ക്യാഷ് അവൾ പേഴ്സിലാക്കി തലയണ കീഴിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സ്വർണ്ണ നാണയമാകട്ടെ തന്റെ ബ്ലൗസിനുള്ളിലേക്കും തിരികെ വെക്കുന്നു. പുറത്താകട്ടെ നാഗേന്ദ്രൻ പേടിച്ചു നിൽക്കുകയാണ്. അത്രയും പയ്യന്മാരെ അടിച്ചിട്ട അവര് തന്നെ രാത്രിയിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു അവന്റെ പേടി. ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സാധനം എടുത്തുകൊണ്ട് നീ ഇറങ്ങിപ്പോരാനും സോമൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നാഗേന്ദ്രൻ റൂമിലേക്ക് ചെല്ലുന്നു. ലൈലയാകട്ടെ അവനെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ പേടിയാണോ എന്ന്. ഇന്നലെ ആ പയ്യന്മാരെയൊക്കെ അടിക്കുന്നത് താൻ കണ്ടു എന്ന് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അവരൊക്കെ ആരാണെന്ന് ചോദിക്കുന്നു. അവരാരാണെന്ന് അറിയണമെങ്കിൽ താൻ ആരാണെന്ന് ആദ്യം അറിയണം. ലൈല തന്റെ കഥ പറയുകയാണ്. തന്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണ്. വിവാഹശേഷം ലൈല ഹസ്ബൻഡിന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ അവരുടെ ജീവിതം തുടങ്ങുന്നതും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ലൈലയും ഹസ്ബൻഡും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ദിവസവും തടിക്കമ്പനിയിലേക്ക് അവളാണ് അദ്ദേഹത്തിന് ചോറും കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ജീവിതം അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ ചോറ് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുമായിട്ട് അയാളെ മറ്റൊരു സാഹചര്യത്തിൽ അവൾ കാണുന്നു. തകർന്നു പോയ ലൈലയാകട്ടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ അവളും അവളുടെ ഹസ്ബൻഡും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു. ആ ദേഷ്യത്തില് അയാളാകട്ടെ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. സ്വയം രക്ഷാർത്ഥം അവിടെ ഇരുന്ന കത്രിക എടുത്ത് അവൾ ഹസ്ബൻഡിനെ കുത്തുന്നു. അയാൾ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലൈല ജയിലിലേക്ക് പോയി. ജയിലിലെ നല്ല നടപ്പ് കൊണ്ടും സ്വയം രക്ഷാർത്ഥമാണ് കൊലപാതകം ചെയ്തത് എന്നതുകൊണ്ടും അവൾക്ക് 8 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ സാധിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാനാകട്ടെ നേരെ പോയത് എന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ എന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു മകളില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ആട്ടിയിറക്കി. അപ്പോഴാണ് ഞാൻ ഈ സമൂഹ വിവാഹത്തെ പറ്റി കേൾക്കുന്നത്. പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത് തന്നെ. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ പാവമാണെന്ന് എനിക്ക് തോന്നി. എന്നോട് നല്ലതായിട്ടാ നിൽക്കുന്നതെങ്കിൽ ഞാനും നല്ലതായിട്ടേ നിൽക്കൂ. അവളെ തലേന്ന് ഉപദ്രവിക്കാൻ വന്നത് അവളുടെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ സഹോദരന്മാരായിരുന്നു. അങ്ങനെ സമയം രാത്രിയായി. ലൈല നല്ല ഉറക്കമായി. നാഗേന്ദ്രന് എങ്ങനെയെങ്കിലും ആ പണവും സ്വർണവും കൊണ്ട് ഇവിടെ നിന്നും മുങ്ങണം. അവൻ പതിയെ എഴുന്നേറ്റ് ആ സ്വർണ്ണ നാണയം അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അവളുടെ ബാഗിൽ എങ്ങും തന്നെ അത് കണ്ടില്ല. അവൾ എവിടെയോ അത് ഒളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയതും ജീവനെങ്കിലും കൊണ്ട് തിരിച്ചു പോകാമെന്ന് കരുതി നാഗേന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ്. ഉറങ്ങിക്കിടന്ന ലൈലയാകട്ടെ ഒന്ന് ചരിഞ്ഞു കിടക്കുമ്പോഴേക്കും അവളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നാണയങ്ങൾ പുറത്തേക്ക് വീഴുന്നു. ആ സൗണ്ട് കേട്ട് നാഗേന്ദ്രൻ പോയി നോക്കുമ്പോൾ അവൻ ഒരു നാണയം കിട്ടുന്നു. ഒരു നാണയം കൂടി അവളുടെ ശരീരത്തിൽ ഇരിപ്പുണ്ട്. അതെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവൾ ഉണരും. അതുകൊണ്ട് അവൻ അതെടുക്കാതെ കിട്ടിയ നാണയവുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലില്ലിക്കുട്ടിയുടെ വീടാണ്. അവിടെ അപ്പച്ചനാകട്ടെ ആകെ ബഹളമാണ്. അവളെ വിവാഹം കഴിച്ചിട്ട് അവൻ പോയിട്ട് 2 ആഴ്ചയായി. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അവനൊരു തട്ടിപ്പുകാരനാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച നിനക്ക് ഞാൻ സ്വത്ത് തരില്ല എന്ന് അയാൾ വീണ്ടും
വീണ്ടും ആ പോലീസുകാരനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ ഡ്രസ്സ് മാറാൻ കയറിയതും അയാളുടെ വൈഫ് ഒരു പത്രം കൊണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കുറച്ചു ദിവസം മുൻപ് വന്ന വാർത്തയാണ്. അവരിപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നാഗേന്ദ്രൻ ലൈലയെ വിവാഹം കഴിച്ച സമൂഹ വിവാഹത്തിന്റെ ഫോട്ടോ ആയിരുന്നു അത് കണ്ടതും അവന്റെ സ്ഥിരം തട്ടിപ്പാണിതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ പോലീസുകാരൻ അവനെ അന്വേഷിച്ച് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. ലൈല എന്ന 3ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. 4ാമത്തെ എപ്പിസോഡിന്റെ പേര് സാവിത്രി എന്നാണ്. ഒരു നമ്പൂതിരി ഇല്ലമാണ് കാണിക്കുന്നത്. അവിടുത്തെ പെൺകുട്ടിയായ സാവിത്രിക്ക് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ തന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയാണ് സാവിത്രി. അവളുടെ രണ്ടാനമ്മയാകട്ടെ ആകെ ദേഷ്യക്കാരിയായിരുന്നു. 21 വയസ്സുള്ള സാവിത്രിയെ എത്രയും പെട്ടെന്ന് അവർ കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അവൾ ഗർഭിണിയായിരുന്നു. നാട്ടുകാരും തന്നെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവളെ ആരോ ചതിച്ചതാണ്. ഇക്കാര്യം പുറത്തറിയുന്നതിന് മുമ്പ് അവളെ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനാണ് അവരുടെ ഉദ്ദേശം. അവളുടെ അച്ഛനാകട്ടെ ആകെ തകർന്നിരിക്കുകയാണ്. അവൾക്ക് വന്നിരിക്കുന്ന ആലോചന 40 വയസ്സുള്ള പയ്യന്റെയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ശരിക്കും വിഷമിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിവാഹം ചെയ്ത് വിട്ടേ പറ്റൂ. റൂമിൽ കരഞ്ഞു തളർന്നിരുന്ന സാവിത്രിയോട് അയാൾ പോയി പറയുന്നുണ്ട്, മറ്റന്നാൾ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്. സാവിത്രി വിവാഹം കഴിക്കാൻ വരുന്നത് നമ്മുടെ നാഗേന്ദ്രൻ തന്നെയാണ്. ഇവിടെ അവൻ പുതിയ പേര് സ്വീകരിച്ച് വന്നിരിക്കുന്നു. വിവാഹത്തിന്റെ അന്ന് തന്നെ കാശും സ്വർണവും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സാവിത്രി ഗർഭിണിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് അവളുടെ വീട്ടുകാർ ഈ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ സോമനാകട്ടെ തന്റെ കൂടെ തന്റെ നാടക ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ലേഡിയെ കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. സാവിത്രിയുടെ വീട്ടുകാർക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഒരു ലേഡിയെ കൂടി അവർ കൂടെ കൂട്ടിയത്. സാവിത്രിയുടെ രണ്ടാനമ്മയാകട്ടെ അവളെ ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അവളൊരു ജീവച്ഛവത്തെ പോലെയാണ് വന്ന് ചായ കൊടുത്തിട്ട് നിൽക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ സാവിത്രി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. നാഗേന്ദ്രനെ കുറിച്ച് കഴിയുമ്പോൾ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അപ്പോഴാകട്ടെ സാവിത്രി പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. നാഗേന്ദ്രന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. സാവിത്രി കരഞ്ഞുകൊണ്ട് അവിടുത്തെ കുളക്കടവിൽ പോയിരിക്കുന്നു. എന്നിട്ട് അവളുടെ പഴയ കാലത്തെ പറ്റി ആലോചിക്കുന്നു. കുറച്ചു കാലം മുൻപ് വരെ അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. സന്തോഷത്തോടെ കൂട്ടുകാരികളുടെ കൂടെ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അവളുടെ കോളേജിലേക്ക് പുതിയൊരു സാറ് വരുന്നുണ്ട്. ആ സാറിനാകട്ടെ സാവിത്രിയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അയാൾ ഒളിഞ്ഞും പാത്തും അവളെ നോക്കുന്നതെല്ലാം തന്നെ അവളും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് പതിയെ പതിയെ അവർ പരസ്പരം പ്രണയത്തിലായി. പലയിടങ്ങളിലും ഒളിച്ചും പാത്തും അവർ കാണാൻ തുടങ്ങി. ഒരു ദിവസം അയാളുടെ കൂടെ അവൾ ലോഡ്ജിലേക്കും പോയി. അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നീടും കുറെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ മാസമുറ തെറ്റിയ കാര്യം അവൾ മനസ്സിലാക്കിയതോടുകൂടി അവൾ നേരെ പോയി മാഷിനോട് കാര്യം പറയുന്നു. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ പിറ്റേന്ന് മുതൽ ആ മാഷിനെ കാണാനില്ലായിരുന്നു. അതിനു പകരം മറ്റൊരു മാഷ് അവരുടെ കോളേജിലേക്ക് വന്നു. അയാൾ തന്നെ ചതിച്ചിട്ട് പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതായിരുന്നു സാവിത്രിയുടെ കഥ. അതേസമയം നമ്മുടെ പോലീസുകാരനാകട്ടെ നാഗേന്ദ്രനെ അന്വേഷിച്ച് നേരെ കാസർഗോഡ് എത്തിയിരുന്നു. അവിടെ അവരുടെ വിവാഹം നടത്തിയ രജിസ്റ്റർ എല്ലാം തന്നെ അയാൾ പരിശോധിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും ബഷീറിനെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നേരെ ബഷീറിന്റെ വീട്ടിൽ പോയി അവനെയും പൊക്കുന്നുണ്ട്. ആദ്യം കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ലെങ്കിലും 2 അടി കിട്ടിയപ്പോൾ അവൻ എല്ലാ സത്യങ്ങളും പുറത്തു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയുടെയും നാഗേന്ദ്രന്റെയും വിവാഹമായിരുന്നു. വിവാഹശേഷം അന്ന് അവർ ആ വീട്ടിൽ തന്നെയാണ് തങ്ങുന്നത്. നാഗേന്ദ്രന്റെ വീട് എറണാകുളത്താണെന്നും പിറ്റേന്ന് രാവിലത്തെ ട്രെയിനാണ് തങ്ങൾ പോകുന്നതെന്നുമാണ് അവളുടെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നാഗേന്ദ്രൻ സോമനോട് പറയുന്നുണ്ട്, നീ ലോഡ്ജിൽ തന്നെ കാണണമെന്നും ഞാൻ ഇന്ന് രാത്രി തന്നെ സ്വർണവും പണവും എടുത്തിട്ട് ഇവിടെ നിന്നും ഇറങ്ങുമെന്നും. ലോഡ്ജിന്റെ വാടകയും പിന്നെ ഈ അഭിനയിക്കാൻ കൊണ്ടുവന്ന സ്ത്രീയുടെ വാടകയും എല്ലാം ചേർത്തിട്ട് കുറച്ച് ക്യാഷും കൂടി അവന്റെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ സ്വർണ്ണമെല്ലാം പെട്ടിയിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവൻ ആ ഇല്ലത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി മനസ്സിലാകുന്നില്ല. കുറെ വാതിലുകൾ തുറന്ന് ഇറങ്ങിയിട്ടും വീണ്ടും എത്തിയിടത്ത് തന്നെയാണ് അവൻ തിരിച്ചെത്തുന്നത്. പുറത്തിറങ്ങാനുള്ള വഴി നോക്കി നടക്കുന്നതിനിടയിൽ അവനൊരു കൊലുസിന്റെ സൗണ്ട് കേൾക്കുകയും നിഴല് കാണുകയും ചെയ്യുമ്പോൾ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഓടിപ്പോയി അവൻ കയറുന്നതാകട്ടെ ഒരു റൂമിലേക്കായിരുന്നു. അവിടെ സാവിത്രിയാകട്ടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുക്കിട്ട് നിൽക്കുകയാണ്. അവളുടെ അവസ്ഥ കണ്ടതും അവൻ ഓടിപ്പോയി അവളെ താഴേക്ക് പിടിച്ചിറക്കുന്നു. നാഗേന്ദ്രൻ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമത്തിലായിരുന്നു എന്നുള്ള സത്യം സാവിത്രിക്ക് മനസ്സിലായി. അവന്റെ സത്യം മനസ്സിലാക്കിയതും അവനെ അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാവിത്രി സഹായിക്കുന്നു. പുറത്തെത്തിയത് നാഗേന്ദ്രനാകട്ടെ അവളോട് പറയുന്നുണ്ട്, നിന്റെ വയറ്റിലൊരു ജീവനുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണമെന്നും. എന്നിട്ട് അവൻ എടുത്ത സ്വർണത്തിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ തന്നതിന്റെ പകുതി ഇതുള്ളൂ, പകുതി എനിക്ക് വേണം. ഇതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ ആ സാധനങ്ങളുമായിട്ട് നാഗേന്ദ്രൻ നേരെ ലോഡ്ജിലെത്തുന്നുണ്ട്. സോമനെ വിളിച്ചുണർത്തി അവർ രണ്ടുപേരും ലോഡ്ജുകാരൻ കാണാതെ അവിടുത്തെ വാടകയും കൊടുക്കാതെയാണ് അവിടെ നിന്ന് മുങ്ങുന്നത്. അതോടുകൂടി 4ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. 5ാമത്തെ എപ്പിസോഡിന്റെ പേര് തങ്കം എന്നാണ്. ആലപ്പുഴയിലെ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ കുറെ ചെറുപ്പക്കാർ കൂടിയിരുന്നിട്ട് ഒരു പിരിവ് നടത്തുന്നുണ്ട്. അവരുടെ നാട്ടിലെ തങ്കം എന്ന് പറയുന്ന സ്ത്രീയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ആ പിരിവ് നടത്തുന്നത്. അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ അവർ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകിൽ
ഒന്നുകിൽ തങ്കം മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് അവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ ആ നാട് വിട്ടുപോകണം. തങ്കത്തിനെ ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ആ നാട്ടിൽ തന്നെ നിർത്താനാണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ പ്ലാനിങ്. അങ്ങനെ തങ്കത്തിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കാശ് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടില് തങ്കത്തിന്റെ അടുത്ത് പോകാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്കം വിവാഹം കഴിച്ച ശേഷം ഈ നാട്ടിൽ തന്നെ തുടരാനാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് കാശ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തങ്കത്തിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാകട്ടെ നാഗേന്ദ്രനും. പറഞ്ഞ കാശിൽ നിന്ന് 500 രൂപ കുറവുണ്ടെന്ന് പറയുമ്പോൾ സോമൻ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മുഴുവൻ തുകയും തന്നേ പറ്റുമെന്ന്. അവർ വീണ്ടും കാശ് പിരിക്കാൻ ഇറങ്ങുന്നു. നാട്ടിലെ പ്രമാണിമാര് മുതൽ അമ്പലത്തിലെ പൂജാരിമാര് വരെ തങ്കത്തിന്റെ അടുത്ത് പോകുന്നവരായിരുന്നു. നാഗേന്ദ്രനാകട്ടെ കുമാരൻ എന്ന പേര് സ്വീകരിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നത്. അങ്ങനെ അവർ തങ്കത്തിനെ കാണുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നാഗേന്ദ്രനും തങ്കവും തമ്മിലുള്ള വിവാഹം കഴിയുന്നു. വിവാഹശേഷം 1 മാസമെങ്കിലും നാട്ടിൽ നിൽക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ മാത്രമേ ഈ നാട്ടുകാർക്കൊരു വിശ്വാസം വരൂ. അതിനുശേഷം ചേട്ടൻ പോയും വന്നുമൊക്കെ നിന്നാലും ഒരു പ്രശ്നവുമില്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തങ്കമാകട്ടെ നാഗേന്ദ്രനെയും കൊണ്ട് എല്ലാവരുടെയും മുൻപിലൂടെ നടക്കുന്നു. അവള് കാര്യം സാധിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ദേഷ്യം വരുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടിയിട്ട് അവര് പിരിച്ച കാശെല്ലാം കൂടി നാഗേന്ദ്രന്റെ കയ്യിലോട്ട് കൊടുക്കുന്നതിന് മുമ്പേ തങ്കം അതങ്ങ് വാങ്ങിക്കുന്നു. സോമൻ പറയുന്നുണ്ട് താൻ എന്തായാലും കുറച്ച് ദിവസത്തേക്കൊന്ന് പോവുക, അപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന കാശെല്ലാം അടിച്ചു മാറ്റി വച്ചേക്കാൻ. പേരിനൊരു വിവാഹം കഴിച്ചെങ്കിലും തങ്കത്തിന്റെ ജോലി വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. വിവാഹശേഷമുള്ള ആ രാത്രിയിൽ തന്നെ അവൾക്ക് വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. വരുന്നവരൊക്കെ നാഗേന്ദ്രന്റെ കയ്യിലും ചെറിയ രീതിയിൽ ക്യാഷ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ചിലർ അവനെ സോഡ വാങ്ങിക്കാനും കള്ളു വാങ്ങിക്കാനും ഒക്കെ പുറത്തേക്ക് പറഞ്ഞു വിടാറുമുണ്ടായിരുന്നു. തങ്കത്തിന് വേണ്ടി പിരിവ് നടത്തിയ ചെക്കന്മാരെല്ലാം തന്നെ തങ്കത്തിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. പട്ടാപ്പകല് പോലും അവരൊരു കൂസലുമില്ലാതെ തങ്കത്തിനെ കാണാൻ വരാൻ തുടങ്ങി. ചില ദിവസം പോലീസുകാരായിരിക്കും കസ്റ്റമേഴ്സ്, ചില ദിവസം ഗൾഫുകാരന്മാരായിരിക്കും. ഇതെല്ലാം തന്നെ ഒരു കോമാളിയെ പോലെ നോക്കി നിൽക്കുകയാണ് നാഗേന്ദ്രൻ. വരുന്നവരുടെ കയ്യിൽ നിന്ന് അവനും കുറച്ച് ക്യാഷ് കിട്ടുന്നുണ്ട്. അത് അവൻ കൈക്കലാക്കി വെക്കുന്നു. അതേസമയം ഇവിടെ നമ്മുടെ പോലീസുകാരനാകട്ടെ അന്വേഷിച്ച് സാവത്രിയുടെ നാട് വരെ എത്തിയിരുന്നു. അവിടെയാകട്ടെ നാഗേന്ദ്രനും ടീമും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഓൾറെഡി തന്നെ ലോഡ്ജിൽ നിന്ന് 2 പേര് കാശ് കൊടുക്കാത്ത മുങ്ങിയതിന്റെ കേസ് ഉണ്ടായിരുന്നു. അത് നാഗേന്ദ്രനും സോമനുമാണെന്ന് പോലീസുകാരന് മനസ്സിലായി. അങ്ങനെ അയാൾ ആ ലോഡ്ജിൽ പോയി സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും അയാൾക്കൊരു കത്ത് കിട്ടുന്നു. അത് ആലപ്പുഴ നിന്നും വന്ന കത്തായിരുന്നു. അവരുടെ അടുത്ത തട്ടിപ്പ് ആലപ്പുഴയിൽ എവിടെയെങ്കിലും ആയിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പോലീസുകാരന് മനസ്സിലായി. അയാൾ അപ്പോൾ തന്നെ അവിടേക്ക് പോകുന്നു. അതേ ടൈമിൽ രാത്രിയിലാകട്ടെ തങ്കം കുളിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് പോയ സമയം നോക്കി അവളുടെ അലമാരയുടെ താക്കോല് തപ്പിയെടുത്ത് നാഗേന്ദ്രൻ അവളുടെ അലമാര തുറക്കുന്നു. അതിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം തന്നെ എടുക്കുന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാകട്ടെ തങ്കത്തിനൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അയാളെയും കൂട്ടി തങ്കം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളാകട്ടെ നാഗേന്ദ്രന്റെ കൈ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പറയുന്നുണ്ട് കടയിൽ പോയി ഒരു സോഡ വാങ്ങിച്ചിട്ട് വരാൻ. നാഗേന്ദ്രൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നതും സോമൻ അവിടേക്ക് വരുന്നുണ്ട്. തങ്കത്തിന്റെ അലമാരയിൽ നിന്ന് ക്യാഷ് എല്ലാം എടുത്തെന്നറിഞ്ഞപ്പോൾ നമുക്കതും കൊണ്ട് എന്തായാലും ഇപ്പൊ തന്നെ പോകാമെന്ന് സോമൻ പറയുന്നുണ്ട്. താൻ പോയി പെട്ടി എടുത്തിട്ട് വരാമെന്ന് നാഗേന്ദ്രൻ പറയുന്നു. അങ്ങനെ അവൻ അനക്കം ഉണ്ടാക്കാതെ തിരിച്ചു പോയി പെട്ടിയെടുക്കുന്നു. താൻ തങ്കത്തിന്റെ കയ്യിൽ നിന്നും എടുത്ത ക്യാഷിൽ നിന്ന് കുറച്ച് ക്യാഷ് അവിടെ തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. തങ്കം ആകട്ടെ ആ പ്രമാണിയുടെ കൂടെ റൂമിനുള്ളിൽ തന്നെയായിരുന്നു. നാഗേന്ദ്രൻ പുറത്തേക്കിറങ്ങി വരുമ്പം ജനലിലൂടെ അവൻ റൂമിലേക്ക് നോക്കുന്നു. ആ പ്രമാണിയാകട്ടെ തന്റെ കഴുത്തിലെ മാല അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതും കൂടി എടുത്തിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. 5ാമത്തെ എപ്പിസോഡ് അവിടെ തീരുകയാണ്. 6ാമത്തെ എപ്പിസോഡിന്റെ പേര് മൊഴി എന്നാണ്. തങ്കത്തിന്റെ വീട്ടിൽ നിന്നും അന്നിറങ്ങിയ നാഗേന്ദ്രനും സോമനും ആകട്ടെ ബോട്ട് കയറാൻ വേണ്ടിയിട്ട്, എന്നാൽ ആ സമയം അവരെ തിരക്കി അവിടേക്ക് വന്ന പോലീസുകാരൻ നാഗേന്ദ്രനെ സോമനെയും കാണുകയും അവരെ കൈയോടെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാരനെ തട്ടിമാറ്റിയിട്ട് ഇവർ 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതാണ് ഈ സീരീസിന്റെ തുടക്കത്തിൽ കാണിച്ച സീൻ. താൻ ചെയ്തു കൂട്ടി തെറ്റുകൾക്കെല്ലാം താനിപ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്നും അയാൾ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ പിടിക്കാൻ വന്നതെന്നും നാഗേന്ദ്രൻ പറയുന്നു. എന്നാൽ സോമൻ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട, നമുക്കിവിടെ നിന്നും പോകാം, അവസാനമായിട്ട് നമുക്കൊരു കളി കൂടി കളിക്കണമെന്ന്. അങ്ങനെ അവർ പിടികൊടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ എത്തുന്നത് പളനിയിലേക്കാണ്. തന്റെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം തന്നെ നാഗേന്ദ്രൻ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. സോമൻ അവിടെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു. അയാൾ മുഖേനയാണ് അവരുടെ അവസാനത്തെ കളി അവരവിടെ നടത്താൻ പോകുന്നത്. ഒരു അച്ഛനും മകളും മാത്രമുള്ള വീട്. ആ അച്ഛനാകട്ടെ ക്യാൻസർ ആണ്. കുറച്ചു നാളും കൂടി അയാൾ ജീവിച്ചിരിക്കൂ. അയാൾ അത് തന്റെ മകളോട് പറഞ്ഞിട്ടില്ല. അതിനു മുൻപ് മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്നാണ് അയാളുടെ ആഗ്രഹം. ആ പെൺകുട്ടിയുടെ പേര് മൊഴി എന്നാണ്. നാഗേന്ദ്രനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനാണ് സോമന്റെ അടുത്ത പ്ലാനിങ്. അങ്ങനെ കിട്ടുന്ന സ്വർണ്ണം എല്ലാം തന്നെ അവിടെ നിന്ന് അടിച്ചെടുക്കണം. അങ്ങനെ പിറ്റേന്ന് തന്നെ അവർ മൊഴിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. തന്റെ മകളോട് തന്റെ അസുഖത്തെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും അതവളെ ഇപ്പൊ അറിയിക്കേണ്ട എന്നും ആ പെൺകുട്ടിയുടെ അച്ഛൻ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്. മൊഴി അവർക്ക് ചായയുമായി വന്നപ്പോഴേക്കും നാഗേന്ദ്രന്റെ കണ്ണുകൾ മൊഴിയുടെ മുഖത്തേക്ക് ഉടക്കി. കാരണം വളരെ നിഷ്കളങ്കയും സുന്ദരിയുമായ പെൺകുട്ടിയായിരുന്നു മൊഴി. അതേസമയത്ത് നമ്മുടെ പോലീസുകാരനെ കാണിക്കുന്നുണ്ട്. നേരത്തെ സോമനെ നാഗേന്ദ്രനെ പിടിക്കാൻ ഓടുന്ന വഴിക്ക് സോമന്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ബാഗ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും സോമന് പളനിയിൽ നിന്ന് വന്നൊരു കത്ത് കാണുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ നേരെ പളനിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇവിടെ നാഗേന്ദ്രനാകട്ടെ സോമനോട് പറയുന്നുണ്ട് എനിക്ക് മൊഴിയെ വിവാഹം
വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഞാൻ ഇതുവരെ കണ്ട പെൺകുട്ടികളെ പോലെയല്ല, അവളൊരു പാവം പെൺകുട്ടിയാണ്. ഞാൻ ആദ്യം വിവാഹം കഴിച്ചത് ഒരു ഭ്രാന്തിയെ, പിന്നെ ഒരു കൊലപാതകി, ഒരു ഗർഭിണി, ഒരു വേശി. പക്ഷെ മൊഴി അങ്ങനെയല്ല, അവൾ നിഷ്കളങ്ക ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ആ പെൺകുട്ടിയെ ചതിക്കാൻ പറ്റില്ല. എന്നാൽ സോമൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകില്ല എന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാശും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ എന്നും. അങ്ങനെ സോമന്റെ നിർബന്ധം കാരണം ഗതികെട്ട് നാഗേന്ദ്രന് മൊഴിയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. അവരുടെ ആദ്യ രാത്രിയിൽ നാഗേന്ദ്രൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. താൻ എല്ലാ സത്യങ്ങളും അവളോട് പറയാൻ പോവുകയാണെന്ന് പറയുന്നു. സോമൻ അവനെ തടുക്കുന്നുണ്ട്. എന്നാൽ നാഗേന്ദ്രൻ കേൾക്കുന്നില്ല. അവൻ നേരെ റൂമിലേക്ക് ചെല്ലുന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് മൊഴി അവനോട് സംസാരിക്കുന്നുണ്ട്. തന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. തന്റെ അച്ഛന്റെ അസുഖമെല്ലാം തന്നെ തനിക്ക് അറിയാമെന്നുള്ള സത്യം അവൾ തുറന്നു പറയുന്നു. അച്ഛൻ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണ്ണം എല്ലാം തന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വിഷമം കാരണം നാഗേന്ദ്രൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. താൻ വിവാഹ തട്ടിപ്പുകാരനാണെന്നും ഇതിനു മുൻപ് കുറെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവരുടെ എല്ലാം സ്വർണവും പണവും കൊണ്ട് താൻ മുങ്ങിയതാണെന്നും. ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് മൊഴി. അവൾ ആകെ തകർന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കുറെ നേരം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും വരെ പറ്റിച്ചിട്ട് പോയതല്ലേ, എന്നെയും പറ്റിച്ചിട്ട് പോകാമായിരുന്നല്ലോ, എന്നോട് എന്തിനാ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ തനിക്ക് ഇഷ്ടമായെന്നും അവളെ ചതിക്കാൻ തോന്നിയില്ലെന്നുമുള്ള സത്യം നാഗേന്ദ്രൻ തുറന്നു പറയുന്നു. തന്റെ കഴുത്തിൽ താലി കിട്ടിയ പുരുഷനായതുകൊണ്ട് തന്നെ അവൾ എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. ഇനി ഇതുപോലൊരു ചതി ആരോടും ചെയ്യില്ല എന്ന് അവൾക്ക് വാക്കു കൊടുക്കണമായിരുന്നു. ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ ജീവിക്കാമെന്ന് ഉറപ്പ് കൊടുക്കണം. ഈ നാട്ടിൽ നിന്ന് നമുക്ക് ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് അവൾ പറയുന്നു. അവളെ ചതിച്ചിട്ട് പോകാൻ കഴിയാത്ത കാരണം നാഗേന്ദ്രൻ അവൾക്ക് വാക്കു കൊടുക്കുന്നു. ഇനിയുള്ള ജീവിതം അവളുടെ കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഉറക്കമുണരുന്ന നാഗേന്ദ്രനെയാണ്. അവൻ അവിടെ എല്ലാം തന്നെ മൊഴിയെ അന്വേഷിക്കുന്നു. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മൊഴിയുടെ അച്ഛനുമില്ല, സോമനെയും കാണുന്നില്ല. ആ വീട്ടിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. പെട്ടെന്ന് അവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. അവൻ ഓടിച്ചെന്ന് റൂമിൽ നോക്കുമ്പോൾ അവിടെ എങ്ങും തന്നെ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. താൻ ചതിക്കപ്പെട്ടു എന്നുള്ള പേടി അവന്റെ ഉള്ളിൽ വന്നു തുടങ്ങി. അവൻ തന്റെ കട്ടിലിന്റെ അടിയിലിരുന്ന പെട്ടിയെടുത്ത് നോക്കുമ്പോൾ അതിൽ അവൻ ഇത്രയും കാലം സ്വരുക്കൂട്ടി വെച്ചിരുന്ന സ്വർണവും കാശും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ തകർന്നിരിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന കേട്ടിട്ട് സോമനാകാ എന്ന് കരുതി ഓടി അവിടേക്ക് ചെല്ലുന്നു. എന്നാൽ അത് നമ്മുടെ പോലീസുകാരനായിരുന്നു. നാഗേന്ദ്രൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ആ പോലീസുകാരന് മനസ്സിലായി. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് നാഗേന്ദ്രനെ കാണിക്കുന്നു. അത് സോമന്റെയും മൊഴിയുടെയും ഫോട്ടോയായിരുന്നു. അവർ തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചതാണ്. ഇതെല്ലാം അവരുടെ പ്ലാനിംഗ് ആയിരുന്നു. കൂടെ നിന്ന് സോമൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ ആകെ തകർന്നു പോയി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവനെയും കൂട്ടി നാട്ടിലേക്ക് പോകുന്നു. തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് നാഗേന്ദ്രൻ വിചാരിച്ചത്. എന്നാൽ തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവന്റെ വീട്ടിൽ തന്നെയാണ് ആ പോലീസുകാരൻ കൊണ്ടുവിടുന്നത്. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്നും പോകുന്നു. അവൻ ഒന്നും മനസ്സിലാകാതെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അവിടെയെല്ലാം തന്നെ കുറെ ആൾക്കാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവിടെ എന്താ നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. വീട്ടിലേക്ക് ചെന്നപ്പോ അവന്റെ അമ്മയാകട്ടെ ആകെ ദേഷ്യത്തിലായിരുന്നു. അവനെ ഞെട്ടിച്ചുകൊണ്ട് അകത്തു നിന്നും ലില്ലിക്കുട്ടി ഓടി വരുന്നു. തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ ലൈലയും സാവിത്രിയും അവിടെയുണ്ട്. ഉള്ളിൽ നിന്നും തങ്കവും കൂടി ഇറങ്ങി വരുന്നു. ഇവരുടെ എല്ലാം മുഖത്ത് ചിരിയും ഉണ്ടായിരുന്നു, ദേഷ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമത്തോടെ നിന്നത് ജാനകി മാത്രമായിരുന്നു. ജോലിക്ക് പോയി ഒരു പെണ്ണിനെ പോലും നോക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നാഗേന്ദ്രന്റെ ജീവിതത്തിലേക്ക് 5 പെണ്ണുങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അവന്റെ ജീവിതം എന്തായി തീരുമെന്ന് ആർക്കും അറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന നാഗേന്ദ്രനെ കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.